അപ്പം നമ്മുടെ ആക്ച്വൽ പിക്നിക് ഡേ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഏക്കണിൽ നിന്ന് പോയിട്ട് പ്രിവ്യൂസ് വീഡിയോ കണ്ടിട്ട് വരണേ. കാരണം അതിൽ നമ്മൾ പിക്നിക്കിന് പോകാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തതാണ്. അപ്പോൾ ഇതാ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അതിന് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മളതൊരു ബ്രെഡിൻ്റെ അകത്ത് വെച്ച് സാൻഡ്വിച്ചൊക്കെ ആക്കി നമ്മൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും പാഴ്സലൊക്കെ എടുത്തു. പറയാൻ മറന്നുപോയി. അപ്പം നമുക്ക് പോയാലോ? എല്ലാം കണ്ടില്ലേ? നമ്മളെവിടെയാ പോകുന്നത്? എനിക്ക് ഉറക്കം പറ്റും. വണ്ടി കയറി ഉറങ്ങാമല്ലോ. 1 മണിക്കൂർ ഉണ്ടല്ലോ. ഇവിടെ ഞങ്ങൾ ലിവർപൂളിലാണെന്ന് പറഞ്ഞില്ലേ? അതെന്താണ് ബി? ശരിക്കും പറ. നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ, ലിവർപൂളിൽ വലിയൊരു ഫേമസ് സംഭവമാണ് ബീറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാൻഡ്. അപ്പോൾ അതിലെ റിംഗോ സ്റ്റാറിൻ്റെ വീടാണ് കേട്ടോ കണ്ടത്. അത് ഇവർ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ വഴിക്ക് ഫുൾ ഇങ്ങനത്തെ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ഒരു സീസൺ ടൈമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ദൂരേന്ന് കണ്ടു. ഞാൻ പോകുന്ന വഴിയൊക്കെ നല്ല രസമായിരുന്നു. ഇങ്ങനെ കൺട്രി സൈഡിലേക്ക് നമ്മളിങ്ങനെ കയറും തോറും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് കണ്ടിട്ടില്ലേ? കുറേ കുഞ്ഞ് ചെമ്മരിയാടുകളൊക്കെ. ഞങ്ങളപ്പോൾ വണ്ടി നിർത്തി കുറേ നേരം നോക്കുമായിരുന്നു. ആൻഡ് ഭയങ്കര എന്താ പറയുക, ഉള്ളിലേക്ക് പോകും തോറും ഒരു ഡിഫറെൻറ്റ് വൈബ്. ദേവി ചേച്ചി വേറെ വഴി പോയോ? ഡാർജിലിംഗ്. നമ്മളിപ്പോ എവിടാ? ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഏതോ ഒരു സ്ഥലത്ത് നിർത്തി നമ്മളിങ്ങനെ നടക്കുകയാണ്. കൺട്രി സൈഡിൽ പോയി കഴിഞ്ഞാൽ അബിക്ക് അവിടുത്തെ പബ്ബിൽ കയറിയിട്ട് ഒരു ക്രാഫ്റ്റ് ബിയർ അടിക്കണം. അത് നിർബന്ധമാണ്. Cheers guys. ഞങ്ങൾ 3 ആളും ഹോട്ട് ചോക്ലേറ്റാണ് പറഞ്ഞത്. പക്ഷെ അതൊട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുറേ നേരം പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരുന്നു. അപ്പോൾ അവിടെ World War II ഒക്കെ സർവൈവ് ചെയ്ത ഒരു അമ്മുമ്മേനെ നമ്മൾ പരിചയപ്പെട്ടു. അതാണ് കൺട്രി സൈഡിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിങ്ങനെ കുറേ പ്രായമായ ആൾക്കാരെയൊക്കെ കാണാം. അപ്പോൾ അവരൊക്കെ കുറേയും കൂടെ നമ്മളോട് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യും. ആൻഡ് ഭയങ്കര നമ്മൾ ശരിക്കും ഒരു ബ്രേക്ക് എടുത്ത പോലത്തെ ഒരു ഫീലായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്നാലോ? എനിക്കിവിടെ ഒരു വീടും മാസം ഒരു 300 കൊണ്ട് കൂടെ കഴിഞ്ഞാൽ ഞാനിവിടെ 300 കൊണ്ട് മതിയോ? എനിക്ക് അത്ര മതി. അല്ല, ആഗ്രഹങ്ങളൊന്നും. ബാക്കിൽ കുതിരയും. Are you happy? I'm very happy. ജീവന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മൂഡ്. എന്നാ പിന്നെ എടുത്തു കൊടുക്ക. തണുപ്പത്ത് റെഡിയാണോ? ഇവിടെല്ലാം ഇങ്ങനെ ഒറ്റപ്പെട്ട് ട്യൂലിപ്സ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ്. നമ്മളവിടെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കറങ്ങിയതിന് ശേഷം പിന്നെ ലൊക്കേഷൻ ഹണ്ടിലായിരുന്നു. നമുക്ക് ഇവിടെ വന്ന പിക്നിക്കിനാണല്ലോ, അപ്പം നമുക്കൊരു നല്ല ലൊക്കേഷൻ കിട്ടി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരാള് അവരുടെ സെൽഫി എടുത്തു. എന്തോ ക്ലാരിറ്റി ഡിഫറൻസ് ആണ് ഇതിന്റെ ഫോൺ. എടാ എൻ്റെ ഒന്നും ഇല്ലടാ, എൻ്റെ ഒന്നും ഇല്ല, അത്യായിട്ടൊന്നും ഇല്ല. ഇനിയാണ് ഗൈസ് എന്റെ പ്രിവിലേജ് കണ്ട് ഇവരെല്ലാം ജലസ് ആവാൻ പോകുന്നത്. എന്താന്ന് വെച്ചാ ഞാൻ വീട്ടിൽ കിടന്ന
കൊതിയാവുന്നുണ്ടോ? പിന്നെ അല്ല നല്ലൊരു റിഫ്രഷിംഗ് ഫീൽ. കൺട്രി സൈഡിൽ വന്ന് വെള്ളത്തിൽ ഇറങ്ങിയില്ല. ഷൂ ചേട്ടാ എന്റെ മാത്രം പ്രിവിലേജ്. അവര് ഇറങ്ങുന്നു, താറാക്കന്മാരും ഇറങ്ങുന്നു. ഭയങ്കര പീസ്. നമ്മൾ വിചാരിച്ചായിരുന്നു ഇങ്ങനെ ഒരു ലേക്കിന്റെ സൈഡിൽ നിന്ന് നമുക്ക് പിക്നിക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ താങ്ക്ഫുള്ളി നമുക്ക് അങ്ങനെ തന്നെ ഒരു സാധനം കിട്ടി. ഞങ്ങൾ മിക്കവാറും ഇവിടെ വല്ല ഇങ്ങനെ ഇരിക്കപ്പോ അതേ ബാക്കിൽ ഇങ്ങനെ ആഹാ അടിപൊളി. പറഞ്ഞിതങ്ങ് പോയാലോ. എന്താ തോന്നുന്നു ഇതിന്റെ പ്രൈം സ്പോട്ട് ഇത്. പിന്നെ എന്റെ സാൻഡ്വിച്ച്. ഓ നൈസ്. ഞാൻ ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളി. ഓ വാവ്, എന്താ എന്തൊക്കെയാ നോക്ക്. നല്ല മാങ്ങ, മാങ്ങ ഇവരെ ആരും വിളിച്ചില്ലല്ലോ. ഇത് പണിയാവും കേട്ടോ. ഇത് പണിയാ. ഇവിടെ അനാറുണ്ട്, ആപ്പിളുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. നീ പിന്നെ അടുത്തോട്ടം കടം വന്നാൽ നിന്നെ അതിനകത്ത് പിടിച്ചിടും കേട്ടോ. എനിക്ക് പേടിയൊന്നും മൊത്തം ഡക്കാണ്. ഇത് പണിയാവും തോന്നുന്നു. നമുക്ക് നോൺ വെജ് ആക്കിയാലോ. ഇവരെയൊക്കെ ഒന്ന് വെറുപ്പിച്ചു വിട്ടാ ഇവരെല്ലാം പോകും തോന്നുന്നു. വേണേ എന്റെ 2 വീഡിയോ വേണേ കാണിച്ചു കൊടുക്കാം. ഇവരുടെയൊക്കെ ഫുഡ് ഉണ്ടോ? താറാവ് പറക്കുന്നുണ്ടോ? പറന്നുപോയി. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കഴിക്കാം. ഇതിന്റെ ആണോ? നല്ല വീട്ടില് പൊട്ടനാണോ നീ? ചിക്കൻ ബ്രസ്റ്റ് അതറിയാം, പ്രോട്ടീൻ. മണിക്ക് വന്നേ, നാളെ ഈസ്റ്ററാ. ചോദിക്കട്ടെ. എങ്ങനുണ്ട്? വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ താറാവിനെല്ലാം ഫീഡ് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത എങ്ങോട്ടേക്കാ? അടുത്ത വിൻമീർ. ഫോക്കസ് ആയില്ല. പിന്നെ ജോയിയുടെ ജോയിയുടെ ശരി. ഇല്ല, അത് അവന്റെ വേറെ. എങ്ങനെ കാണിക്കേ? കൺട്രി സൈഡ് വന്നപ്പോ ഇവന്റെ എന്തോ ഒരു കൺട്രി സെൽഫ് വെളി വന്നില്ലേ? ഞാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നടന്നിട്ട് കാണിക്കാം.
ചെയ്തേ. അല്ല നടന്നങ്ങനെ ചെയ്യണം. ആ കണ്ട ആർക്കും പറ്റില്ല. അത് സിമ്പിൾ അല്ല. എങ്ങോട്ട്? അഭിജിത്ത് രാജ്, ഞാൻ വെയിറ്റ് കൂടിയോ? ഇല്ല. എന്റെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് ഹാപ്പി ആയി പാച്ചു. നോക്കേ, എന്റെ മോൻ കൊച്ചു കുഞ്ഞിനെ കണ്ടോ? നല്ല സുഖം ഉണ്ടായിരുന്നു വാച്ചു. നിനക്ക് നല്ല വർക്കൗട്ട് ആയത്. ആ സ്ഥലത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ നേരെ വിൻഡർമിയറിലുള്ള സിറ്റി സെന്ററിലേക്ക് പോയി. അപ്പോൾ ഇനി സിറ്റി സെന്ററിലെ കാഴ്ചകൾ കാണാം. വെയിറ്റ് ചെയ്ത് നിൽക്കുമോ എൻ്റെ പാച്ച്? പഠിപ്പിച്ചതാന്ന് തോന്നത്തേ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഐസ്ക്രീം കഴിക്കണമെന്ന്. കാരണം 2-3 പിള്ളേരുടെ കയ്യിൽ ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ഈ കട കണ്ടുപിടിച്ച് ഞാൻ ആദ്യം തന്നെ ഓടിച്ചെന്ന് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ. അപ്പോൾ ഒരുപാട് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ്. ഇപ്പോൾ ഈ ബ്ലഡ് ഓറഞ്ചിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഞാനെടുത്തത് ഈ സംഭവമാണ്, അതായത് ഫുൾ ചോക്ലേറ്റ് വന്നിട്ട്. അബി എടുത്ത ഒരു റാസ്ബെറിയുടെ ആയിരുന്നു, ചേട്ടൻ ബ്ലഡ് ഓറഞ്ച് എടുത്തു. അങ്ങനെ ഞാൻ അബിയുടെ എൻ്റെയും കൂടെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ കഴിച്ചായിരുന്നു. വാശിക്ക് ഒരുപാടുണ്ടായിരുന്നു എൻ്റെ ഐസ്ക്രീം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ ഐസ്ക്രീം തിന്ന് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ like, share and subscribe. Like, share, subscribe. Yes. ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെ ന്യൂകാസിൽ പോയ ഒരു വ്ളോഗ് ഉണ്ട്. ഞങ്ങൾ ഇവരെ കാണാൻ ന്യൂകാസിൽ പോയി. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, ടാറ്റാ.